കാവടികൾ വിളയാടും കാവടികൾ ആടിയെത്തിടും അറുമുഖത്തിരുദേവ സന്നിധിയിൽ ആടും കാവടികൾ വിളയാടും കാവടികൾ ആടിയെത്തിടും അറുമുഖത്തിരുദേവ സന്നിധിയിൽ അന്നക്കാവടി കന്നിക്കാവടി അന്നക്കാവടി കന്നിക്കാവടി ആയിരം പൂക്കാവടി ഭസ്മക്കാവടി പാൽക്കാവടി ഭസ്മക്കാവടി പാൽക്കാവടി പഴനിമല കാവടി ആടും കാവടികൾ വിളയാടും കാവടികൾ ആടിയെത്തിടും അറുമുഖത്തിരുദേവ സന്നിധിയിൽ ആടും കാവടികൾ വിളയാടും കാവടികൾ ആടിയെത്തിടും അറുമുഖത്തിരുദേവ സന്നിധിയിൽ പൊൻപഴനി മലയേറും ഭക്തർക്ക് പുണ്യാഹ പൊരുളേകും പുഷ്പക്കാവടി പുണ്യമായ പൊൻപഴനി മലയേറും ഭക്തർക്ക് പുണ്യാഹ പൊരുളേകും പുഷ്പക്കാവടി കാലദോഷം തീർക്കുന്ന കാർത്തികേയ സ്വാമിക്ക് കന്നിക്കാവടി പീലിക്കാവടി കലശക്കാവടി കന്നിക്കാവടി വിലസും കലശക്കാവടി ആടും കാവടികൾ വിളയാടും കാവടികൾ ആടിയെത്തിടും അറുമുഖത്തിരുദേവ സന്നിധിയിൽ ആടും കാവടികൾ വിളയാടും കാവടികൾ ആടിയെത്തിടും അറുമുഖത്തിരുദേവ സന്നിധിയിൽ സ്വാമിക്ക് കാലമെല്ലാം കൈവണങ്ങും കർപ്പൂരക്കാവടി വേലെടുത്തു വിളയാടും വേലായുധ സ്വാമിക്ക് കാലമെല്ലാം കൈവണങ്ങും കർപ്പൂരക്കാവടി മലകറ്റി കാത്തരുളും മാദേവൻ പുത്രന് മഞ്ഞൾ കാവടി കളഭ കാവടി മായക്കാവടി മഞ്ഞൾ കാവടി നടയിൽ മായക്കാവടി ആടും കാവടികൾ വിളയാടും കാവടികൾ ആടിയെത്തിടും അറുമുഖത്തിരുദേവ സന്നിധിയിൽ ആടും കാവടികൾ വിളയാടും കാവടികൾ ആടിയെത്തിടും അറുമുഖത്തിരുദേവ സന്നിധിയിൽ അന്നക്കാവടി കന്നിക്കാവടി അന്നക്കാവടി കന്നിക്കാവടി ആയിരം പൂക്കാവടി ഭസ്മക്കാവടി പാൽക്കാവടി ഭസ്മക്കാവടി പാൽക്കാവടി പഴനിമല കാവടി ആടും കാവടികൾ വിളയാടും കാവടികൾ ആടിയെത്തിടും അറുമുഖത്തിരുദേവ സന്നിധിയിൽ ആടും കാവടികൾ വിളയാടും കാവടികൾ ആടിയെത്തിടും അറുമുഖത്തിരുദേവ സന്നിധിയിൽ ആടിയെത്തിടും അറുമുഖത്തിരുദേവ സന്നിധിയിൽ ആടിയെത്തിടും അറുമുഖത്തിരുദേവ സന്നിധിയിൽ ആടിയെത്തിടും അറുമുഖത്തിരുദേവ സന്നിധിയിൽ ബ്രഹ്മശ്രീ മുരളീകൃഷ്ണ സ്വാമി ഉറവ വറ്റാത്ത സ്നേഹഖനി. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിൽ ശ്രീകൃഷ്ണപുരത്ത് ശ്രീമതി ലക്ഷ്മി അമ്മാളുടെയും ദിവംഗതനായ ശ്രീ കൃഷ്ണൻകുട്ടി ഗുപ്തൻ എന്നിവരുടെയും 8ാമത്തെ മകനായി 1979 ജനനം. ജന്മനാൽ തന്നെ മറ്റു കുട്ടികളിൽ നിന്നും തീർത്തും വിഭിന്നനായിരുന്നു ഈ ബാലന്റെ പെരുമാറ്റങ്ങളും ചേഷ്ടകളും. 3ാമത്തെ വയസ്സ് മുതൽ തന്നെ ഭീതിജനകമായ സർപ്പസാന്നിധ്യവും ഈ ബാലനരികെ കണ്ടു തുടങ്ങി. തൊട്ടിലിലും കട്ടിലിലും എന്നുവേണ്ട ഗൃഹപരിസരങ്ങളിലെല്ലാം തന്നെ സർപ്പദർശനം അനുഭവമായി മാറി. 8 വയസ്സ് മുതൽ വീട്ടുകാരറിയാതെയുള്ള ഭിക്ഷാടനം. ഭിക്ഷ കിട്ടുന്ന ദ്രവ്യങ്ങളും ധനങ്ങളും ചെറുപ്രായത്തിൽ തന്നെ ദാനം ചെയ്തും പുണ്യക്ഷേത്ര ദർശനത്തിനു വേണ്ടി ചിലവഴിച്ചു പോന്നു. പഴനി ദർശനവും അനുഷ്ഠാനമാക്കി പോന്നു. 12 വയസ്സ് മുതൽ അതികഠിനമായ അധ്വാന ഭാരം ചുമലിലേറ്റി കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടിട്ടുള്ള ജീവിതം. അതോടൊപ്പം തന്നെ കഠിന വ്രതത്തിലൂടെയും ഭക്തിയിലൂടെയും ഗുരുവിനെ തേടിയുള്ള പ്രയാണം. പഴനിമലയിൽ വെച്ച് 18ാമത്തെ വയസ്സിൽ ബാലമുരുക ദർശനം. തുടർന്ന്
നാളിതുവരെ വിവിധ ഭാവദർശനവും അനുഗ്രഹവും നൽകി വരുന്നു. സ്വർണപ്രശ്ന വിധിയിലൂടെ ശ്രീ മുരളീകൃഷ്ണ സ്വാമിജിയുടെ ജനനം ഈ കലിയുഗത്തിലെ ഒരു അവതാര പുരുഷനായി സ്ഥിരീകരിച്ചു. പ്രശ്നവിധി പ്രകാരം ചൈതന്യം നിലനിർത്താൻ വേണ്ട കർമ്മങ്ങളും നടത്തി. ഈ ഭൂമി മാതാവും നാം എല്ലാവരും മക്കളാണ്. ആശ്രമങ്ങളുടെ തുടക്കം സർവ്വസാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. യാഗം, ഹോമം, ധ്യാനം, ജപം, യോഗം, പൂജ ഇവയൊന്നും സ്വയം ചെയ്യാൻ സമയമില്ലാത്ത കർഷകനും തൊഴിലാളിയും അധ്യാപകരും വിദ്യാർത്ഥിയും ഉദ്യോഗസ്ഥനും കച്ചവടക്കാരും പണ്ഡിതനും പാമരനും വേണ്ടി ആശ്രമങ്ങളും ഉപകാരപ്രദമായി വർത്തിക്കുന്നു. അവർക്ക് നിത്യവും നേരിടുന്ന ശക്തിക്കുറവുകളെ നികത്താൻ ഉതകുന്നതാകുന്നു ആശ്രമ സംഗമത്തിലൂടെയുള്ള സംവിധാനം. ആശയറ്റവന് ആശ്രയം നൽകുക എന്നത് പലപ്പോഴും അസംഭവ്യമാകാറുണ്ട്. സഹതാപത്തിന്റെ വാക്കുകളിൽ പൊതിഞ്ഞ സഹായമല്ലാതെ മറ്റൊന്നും സുമനസ്സുകളിൽ നിന്നുണ്ടാകാറില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ആശ്രയിക്കുന്നവന് ആശ്രിതനും കരുണാ വാത്സല്യ നിധിയുമായ ബ്രഹ്മശ്രീ മുരളീകൃഷ്ണ സ്വാമി സാമൂഹിക രംഗത്ത് അനുപേക്ഷണീയനാകുന്നത്. കേവലം ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മാത്രമല്ല, അതുവഴി സാമൂഹിക നന്മയും സ്വാമി കാംക്ഷിക്കുന്നു. സ്വാമിയുടെ ഭാവദർശനം തന്നെ ഇതിന് ഉദാഹരണമാണ്. കൊടുങ്ങല്ലൂരമ്മയായും ദക്ഷിണാമൂർത്തിയായും സന്യാസഭാവം, നാഗഭാവം, മുരുകഭാവം, ദേവീഭാവം എന്നിങ്ങനെയായും മാറുന്ന സ്വാമിയുടെ ഭാവദർശനം ദണ്ഡായുധപാണിയായും വിഷ്ണുഭാവത്തിലും മൂകാംബിക ദേവിയായും ശാസ്താവായും രൂപഭാവം മാറുന്ന സ്വാമിയുടെ ദർശനം ഭക്തരുടെ അഭിഷ്ടകാര്യ സാധ്യതയ്ക്ക് മുതൽക്കൂട്ടാകുന്നു. കാരുണ്യവത്സലനാണ് സ്വാമി എന്നതിന് എണ്ണിയാലൊടുങ്ങാത്ത തെളിവുകൾ ലഭ്യമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളും ആർദ്രതയാർന്ന ഭാവങ്ങളും ഇതിന് തെളിവാണ്. ദുഃഖിതരെ കഴിയുന്നിടത്തോളം ആശ്വസിപ്പിക്കുക എന്ന് പറയുന്ന സ്വാമി അവർക്ക് കിടന്നുറങ്ങാൻ ഒരു ചാക്കിന് പകരം പുൽപ്പായെങ്കിലും കൊടുക്കണമെന്ന് ഉദ്ബോധിപ്പിക്കുന്നു. കിടപ്പാടമില്ലാത്തവന് കയറി കിടക്കാൻ ഒരു കുടിലെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ ഞാൻ ധന്യനായി എന്ന് പറയുമ്പോൾ ആ വാക്കുകളിൽ ഓളം വെട്ടുന്ന കാരുണ്യം എത്രമാത്രമുണ്ടെന്ന് അളക്കാനാവില്ല. കഴിയുന്നിടത്തോളം ആത്മാക്കൾക്ക് മോക്ഷം പ്രദാനം ചെയ്ത് ജീവിതത്തെക്കുറിച്ചുള്ള ദർശനം നൽകി ജീവിതം ധന്യമാക്കുക എന്നതാണ് സ്വാമിയുടെ ജീവിത ദൗത്യം. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുക, അതിന് തന്നാലാവുന്നത് ചെയ്യുക, അതാണ് തന്റെ ദൗത്യമെന്ന് സ്വാമി ഉദ്ഘോഷിക്കുന്നു. ഒരു നിമിഷത്തിൽ അശ്രദ്ധ കൊണ്ട് ഒരു പിഞ്ചു കുഞ്ഞിന്റെ 2 കാലുകളും നഷ്ടപ്പെടുത്തിയ അപകടത്തിൽ തന്റെ സഹായ ഹസ്തവുമായി സ്വാമി കുട്ടിയുടെ അരികിലെത്തിയെന്നത് ചെറിയൊരു കാര്യമല്ല. പകച്ചു നിന്നിരുന്നവർക്ക് മുന്നിൽ ആകാശ് എന്ന ഈ കുട്ടിക്ക് മുമ്പിൽ സഹായധനം നൽകുമ്പോൾ സ്വാമി തന്റെ ജീവിതത്തിലെ വലിയൊരു ദൗത്യം നിറവേറ്റുമായിരുന്നുവെന്ന് സമീപത്തുണ്ടായിരുന്നവരിൽ പോലും തിരിച്ചറിഞ്ഞു. അക്ഷരത്തിന്റെ നോവ് നുകരാൻ എത്തുന്ന പിഞ്ചു ബാല്യങ്ങൾക്ക് പഠന സൗകര്യാർത്ഥം ഒരു അംഗനവാടി കെട്ടിടം വേണമെന്ന ജനങ്ങളുടെ ആവശ്യത്തെ അർഹിക്കുന്ന ഗൗരവത്തോടെ കണ്ട സ്വാമി ഇതിലേക്കായി 12,000 രൂപയാണ് നൽകിയത്. ഉദാരമനസ്കൻ എന്ന വാക്കുകൾക്കുമപ്പുറം കരുണാമയനായ ഒരു തേജോമയി എന്നു വേണം സ്വാമിയെ വിശേഷിപ്പിക്കാൻ. തെരുവിലലയാൻ വിധിക്കപ്പെട്ട ജന്മങ്ങൾക്ക് ഒരു നേരമെങ്കിലും ഭക്ഷണം നൽകാൻ, അല്ലെങ്കിൽ അവരോട് കരുണയോടുകൂടി സംസാരിക്കാൻ ആരാണ് തയ്യാറാവുക? എന്നാൽ സ്വാമി തന്നെ ഏൽപ്പിച്ച വലിയ കടമയെന്ന നിലയിൽ ആഴ്ചയിൽ 2 ദിവസം ഇവർക്ക് ഭക്ഷണം നൽകുന്നു. സ്വാമിയുടെ ജന്മദിനത്തിൽ അന്തർക്ക് ഷർട്ട്, മുണ്ട് എന്നിവ നൽകി അവരെ ആദരിക്കാറുണ്ട്. ഈ സ്നേഹനിധിയുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ